ഹായ് ഹലോ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചെറിയ വ്ളോഗാണ്. രാവിലെ തൊട്ട് ഒരു ഉച്ച വരെയുള്ള ഒരു ചെറിയ വലിച്ചു നീട്ടലൊന്നുമില്ലാത്ത ഒരു ചെറിയ വ്ളോഗാണ് കാണിക്കുന്നത്. അതിനു മുമ്പേ തന്നെ എല്ലാവരോടും ഒരുപാട് നന്ദി പറയാണ്. എന്തിനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 500 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. ഇത്ര പെട്ടെന്ന് തന്നെ 500 സബ്സ്ക്രൈബേഴ്സ് ആവുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ നമുക്ക് ആ ഒരു ടൈമിൽ തന്ന സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇനിയുള്ള വീഡിയോസിൽ നിങ്ങൾ തരണമെന്ന് പറയാണ്. പിന്നെന്താ പറയാറുള്ള, അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. ആ ഒരു ഇത്രയും സമയം കൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക്, അതായത് അധിക സമയമൊന്നും എടുക്കാതെ തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് 500 സബ്സ്ക്രൈബേഴ്സായി. അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. അപ്പോൾ എല്ലാവരോടും നന്ദി പറയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ തന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. ആരെങ്കിലും നമ്മുടെ വീഡിയോ പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക. പിന്നെ നമ്മുടെ വീഡിയോ എല്ലാം കണ്ട് സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ നമ്മൾ കാപ്പിക്കായിട്ട് എടുത്തത് ഉപ്പുമാവായിരുന്നു. നമ്മളതൊന്നും വേവിക്കുന്നൊന്നും കാണിക്കാൻ നിന്നില്ലായിരുന്നു. നമ്മുടെ കാപ്പിയുടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് ജോലിയും കൂടി ബാലൻസ് ഉണ്ട്. അപ്പോൾ അഞ്ചുമോൾ കരുന്നതിന് മുന്നേ നമുക്ക് ആ ജോലിയൊക്കെ ചെയ്യണം. ഉച്ചത്തേക്കിനുള്ള നമുക്ക് ഫുഡിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുക്കാൻ വന്നത്. അപ്പോൾ നമ്മൾ തൈര് എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ആദ്യം എടുക്കുന്ന മീനെടുത്തു. പിന്നെ അതിന് ശേഷം പച്ചമുളക് എടുത്തു, തൈര്, അത് ഇത്രയും എടുത്തിട്ടായിരുന്നു ഞാൻ പോരുന്നത്. ഈ ഇരിക്കുന്ന പച്ചക്കറിയൊക്കെ ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ സൺഡേയിൽ നമ്മളിങ്ങനെ 150 രൂപയ്ക്ക് മേടിച്ച പച്ചക്കറിയാണ്. ഇതുവരെയ്ക്കും കഴിഞ്ഞിട്ടില്ല, എല്ലാം ഇരിപ്പുണ്ട്. അമരയ്ക്കാണെങ്കിലും ഇതെല്ലാം ഇരിപ്പുണ്ട്. അതിനുശേഷം ഞാൻ അമരയ്ക്കായിരുന്നു ഇന്ന് തോരൻ വയ്ക്കാൻ എടുത്തിരുന്നത്. അങ്ങനെ നമുക്ക് കുറച്ച് അമരയ്ക്ക മതിയായിരുന്നു. അങ്ങനെ ഞാൻ അമരയ്ക്കെല്ലാം വൃത്തിയാക്കി എടുക്കുക ചെയ്തത്. പിന്നീട് എല്ലാം വൃത്തിയാക്കി എടുത്തിട്ട് നമ്മൾ അരിയ ചെയ്തത്. നമുക്ക് ഇത്രയല്ല, ഇത് കുറച്ചും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം അരിഞ്ഞ് പറക്കി വെക്കുക ചെയ്തത്. നമുക്ക് ഇതിന് സവാള ഇടാൻ ഞാൻ മറന്നു പോയിരുന്നു. അപ്പോൾ സവാള ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു അമരയ്ക്ക തോരന്. അതുമല്ല, സവാള തീർന്നു, ഇനിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ സവാള എടുത്തില്ലായിരുന്നു. പിന്നെ അതിന് ശേഷം നമ്മളത് തോരൻ വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ്. അതിനുശേഷം ഞാൻ വന്ന് തേങ്ങ ചിരണ്ടാനുണ്ടായിരുന്നു. നമ്മൾ 3 ഇതിന് വേണ്ടിയിട്ട് വേണമായിരുന്നു തേങ്ങ ചിരണ്ടാൻ വേണ്ടി. ഞാൻ തേങ്ങ പൊട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം കരുതി ഈ തോരന് വേണ്ടിയിട്ടുള്ള അരപ്പ് അരയ്ക്കുന്നതിന് മുന്നേ നമുക്ക് കടുക് പൊട്ടിച്ച് ഇത് അരിഞ്ഞു വെച്ചേക്കുന്ന തട്ടിയിട്ട് ഉപ്പിട്ട് അതിന് ശേഷം അടച്ചു വെച്ച് വേവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഈ തേങ്ങ അരപ്പ് തയ്യാറാക്കിയാൽ മതിയല്ലോ എന്ന് കരുതി. അതിനുശേഷം ഞാൻ തേങ്ങ അരമുറി എടുത്ത് തിരുമുക ചെയ്തത്. ഇത് നമുക്ക് തോരനും അതുപോലെ തന്നെ മോരിനും മീൻകറിക്കും വേണം. അങ്ങനെ ഒരു തേങ്ങ 1.5 മുറി മതിയായിരുന്നു. നമ്മളെല്ലാം കുറച്ച് ഉണ്ടാക്കുന്നുള്ളായിരുന്നു. തോരന് വേണ്ടിയിട്ടും ഞാൻ കുറച്ചെടുത്താൽ മതിയായിരുന്നു. അധികം തേങ്ങയുടെ ആവശ്യമില്ല, അരപ്പിൻ്റെ ആവശ്യമില്ലായിരുന്നു. കുറച്ച് ഇതെല്ലാം ഞാൻ അമരയ്ക്കെല്ലാം എടുത്ത് അരിഞ്ഞിട്ടുള്ളായിരുന്നു. അപ്പോൾ അമരയ്ക്ക് വേവുന്ന സമയം കൊണ്ട് നമുക്കിത് അതായത് തോരന് വേണ്ടിയിട്ടുള്ള അരപ്പും കൂടി തയ്യാറാക്കണം. അപ്പോൾ ഞാൻ നോക്കിയപ്പം തീ കൂട്ടിയില്ല, കുറച്ച് വെള്ളം ഒഴിക്കണമായിരുന്നു. അങ്ങനെ വെള്ളം ഒഴിക്കാൻ വേണ്ടി ഞാൻ പോവുകയാണ് ചെയ്തത്. അതിനുശേഷം നമ്മൾ തോരന് വേണ്ടിയിട്ടുള്ള അരപ്പ് അരച്ചു കൊണ്ടുവന്നു. അതിന് ശേഷം നമ്മൾ ആ അരപ്പ് അതിനകത്തേക്ക് തട്ടിയിട്ട് കൊടുക്കുകയാണ് ചെയ്തത്. തട്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി, ആദ്യം കുറച്ച് ഉപ്പ് ഇട്ടുള്ളൂ, പിന്നെ അതിന് ശേഷം കുറച്ച് ഉപ്പും കൂടി ഇട്ട് ഞാൻ വീണ്ടും വേവിക്കാൻ വേണ്ടി അടച്ചു വയ്ക്കുകയാണ് ചെയ്തത്. നമ്മൾ ഈ അരപ്പിടുമ്പോൾ കുറച്ച് വെള്ളം കൂടെ അതിനകത്തൂടെ ഇതൊന്ന് മിക്സ് ചെയ്ത് ഒഴിക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ നമ്മളത് എല്ലാം അരച്ച് വെച്ചു. അതിന് ശേഷം ഞാൻ മോര് കാച്ചാൻ വേണ്ടിയിട്ട്, മോരിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങയും മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ജീരകം, നമ്മുടെ വെളുത്തുള്ളി, അതുപോലെ തന്നെ നമ്മൾ തൈര് കുറച്ച് അതിനകത്ത് തന്നെ ഒഴിച്ച് അങ്ങനെ അടിക്കുക ചെയ്തത്. നമ്മളിപ്പോൾ കുഞ്ഞെടുത്തത് വെളുത്തുള്ളി ആയിരുന്നു കേട്ടോ. അങ്ങനെ വെളുത്തുള്ളി എടുത്തു. വെളുത്തുള്ളി ഇതെല്ലാം കൂടി നമ്മൾ അരിഞ്ഞിട്ട് മോര് വെക്കുന്ന രീതിയിൽ നമ്മൾ വെക്കുക ചെയ്യുന്നത്. ഇവിടെ ഏട്ടനൊന്നും മോര് വെക്കുമ്പോൾ അരപ്പ് ചേർക്കാറില്ല, തേങ്ങ അരച്ചല്ല മോര് വെക്കാറുള്ളത്, അല്ലാതെ മോര് കാച്ചുന്നത്. പക്ഷെ ഞാൻ ഈ തേങ്ങ അരച്ച എനിക്ക് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ തേങ്ങ എല്ലാം ചിരണ്ടിയില്ല. ഇത്രയും മോരല്ല ഞാൻ ഒഴിച്ചത്. അതിന് ശേഷം രണ്ടാമത് വീണ്ടും മോര് ഒഴിച്ചിരുന്നു. പിന്നെ മോരെല്ലാം തൈര് ഒഴിച്ചിരുന്നു. പിന്നെ അതിന് ശേഷം ഇത് നമുക്ക് നമ്മൾ മോര് ഇറക്കാൻ വേണ്ടിയിട്ട് കടുക് പൊട്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് കുഞ്ഞുള്ളി എടുത്ത് അരിഞ്ഞ് വെക്കുക ചെയ്തത്. അതിന് അരപ്പ്, പിന്നെ നമ്മൾ മീൻകറി ഒന്നും വെക്കുന്നത് എടുത്തിട്ടുണ്ടായിരുന്നില്ല. വേറൊന്നും എടുക്കാതിരുന്നതിൻ്റെ കാരണം വേറൊന്നുമല്ല, മോളിടയ്ക്കൊക്കെ നിർബന്ധം കാണിച്ചു, അതുകൊണ്ട് ഞാൻ എടുത്തിരുന്നില്ല. ഇതിപ്പോൾ ഞാൻ എഴുതുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നാളെ സൂപ്പർ മാർക്കറ്റിൽ പോകണം.
അപ്പോൾ മാർക്കറ്റിൽ പോയി മേടിക്കേണ്ട കുറച്ച് കാര്യങ്ങളുടെ ലിസ്റ്റ് എഴുതുവാണ്. നമ്മളിപ്പം ജനുവരി മാസം തുടങ്ങിയിട്ട് നമ്മൾ മാർക്കറ്റിൽ പോയി ഒന്നും മേടിച്ചിട്ടില്ല. അപ്പോൾ ആ ഒരു മാസത്തേക്കിന് വേണ്ടിയിട്ട് ഈ ഒരു മാസത്തേക്കിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും വാങ്ങിക്കണ്ടേ. എന്തെങ്കിലും അല്ല, നമ്മുടെ സാധനങ്ങളെല്ലാം വെജിറ്റബിൾസ് മാത്രമേ ബാക്കിയിരിപ്പുള്ളൂ. നമ്മുടെ കുറച്ച് സാധനങ്ങളൊക്കെ തീർന്നു തുടങ്ങി. അപ്പോൾ നമ്മൾ ഈ മാസത്തേക്കിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളും കാര്യങ്ങളും ഒക്കെ മേടിക്കാൻ വേണ്ടിയിട്ടുള്ള ലിസ്റ്റ് എഴുതുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സാധനങ്ങൾ മേടിക്കാനുള്ള ലിസ്റ്റുകളൊക്കെ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ആലോചിച്ചും പറക്കിയൊക്കെ ഞാൻ ഓരോന്ന് എഴുതി വെക്കുക ചെയ്തത്. അപ്പം നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടാറ്റാ ബൈ ബൈ, സീ യു.